മഞ്ജു ചേച്ചിയായിട്ടൊരു ചിത്രം ഇനി ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ പോണു. അത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പ്രണയം ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി പ്രണയം സംഭവിച്ചിട്ടുള്ള ഞാൻ കോമാളിയായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തമാശ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും പിന്നെ എന്ത് പ്രോബ്ലം വരുമ്പോഴും നമുക്ക് അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ, നാച്ചുറൽ ഇല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള സത്യം പുറത്തു വരട്ടെ. എപ്പോഴും ഇങ്ങനെ പല വിഷമങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, വൈ മീ? ദിലീപേട്ടനും ചിത്രം തിയേറ്ററിൽ കാണണ്ടോ? ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ ഈ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കണം. ഞാൻ മിക്ക സിനിമയും തിയേറ്ററിൽ തന്നെ പോയിരുന്ന കാണാം. കാരണം ജനങ്ങളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു പൾസ് അറിയാന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് ഈ കോമഡി അത്രപ്പെട്ട് പ്രിയപ്പെട്ടതാണ്. ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഡൈനിങ് റൂമിൽ ഇരുന്ന് TV കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ വീട്ടില് ഉമ്മയൊക്കെ ബേസിക്കലി കുക്ക് ചെയ്തോണ്ടിരിക്കാൻ നേരത്തെ ഇങ്ങനെ മൊബൈലിൽ ഈ സിനിമകൾ, ദിലീപേട്ടൻ്റെ പഴയ സിനിമകളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിടാറുണ്ട്. ആ കോമഡി കേൾക്കാറുണ്ട് കുക്ക് ചെയ്തോണ്ടിരിക്കാൻ. നമുക്ക് കിട്ടിയ വലിയ അംഗീകാരങ്ങൾ തന്നെയല്ല അത്. ഇപ്പോൾ എല്ലാ വീടുകളിലും നമ്മുടെ പഴയ സിനിമകൾ തന്നെ വീണ്ടും എടുത്ത് കാണുന്നു എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കഥാപാത്രങ്ങളിലെ കാരണം ആദ്യം അവർ കാണുന്നതാണ്, കേൾക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഒരുപാട് പ്രാവശ്യം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കിങ്ങിന്റെ സമയത്ത് വേറെ നോക്കിക്കൊണ്ടിരുന്ന കുക്കിംഗ് എല്ലാം കുഴപ്പമില്ല. അപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ആ തമാശകളൊക്കെ അവരെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഓരോ തവണ അത് ആൾക്കാർ അത് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും. നമുക്ക് ഓരോ അവാർഡ് കിട്ടണം. കാരണം നമ്മൾ ആ ചെയ്ത് വെച്ചതൊന്നും മോശമായില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ അല്ലല്ലോ. അത് അവർ ട്രാവൽ ചെയ്യുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ അന്ന് ചെയ്ത പല വേഷങ്ങളും കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. ഒരു പെർഫോമർ എന്ന നിലയിൽ ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഇപ്പൊ ചിലപ്പം ദിലീപേട്ടൻ മാത്രമേ കാണത്തുള്ളൂ ഒരു സീനിൽ, പക്ഷെ ആ പെർഫോമറാണ് അവിടെ കാണുന്നത്. ഒരു നടനിലെ കൂടൊപ്പം ഒരു പെർഫോമർ ബേസിക്കലി അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് പല സീനെയും. അപ്പം പഴയ ദിലീപേട്ടൻ ചിത്രങ്ങൾ കാണുമ്പോഴും ഒരു പെർഫോമർ ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും ഒരു സീന് അതിന്റെ ഡിസൈൻ ഉണ്ടാക്കി വെക്കുക? അല്ല, ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ വിനീതും രാജേഷ് രാഘവന്റെ കഥയാണ്. വിനീതാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് പവിത്രൻ എന്ന് പറഞ്ഞ ആളുടെ ലൈഫിലൂടെ ഉള്ളൊരു യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ 10-12 വർഷം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, അയാൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് അയാൾ ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറായി, നൈറ്റിൽ സെക്യൂരിറ്റിയാണ്, 2 ജോലി ചെയ്യുന്നുണ്ട്. അയാൾ ഉറങ്ങുന്നത് ഒരു 3-4 മണിക്കൂറൊക്കെ അയാൾ ഉറങ്ങുന്നുള്ളൂ. അയാളെ സംബന്ധിച്ച് ഗൾഫിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അയാൾ മറ്റ് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അയാൾക്കൊരു ജീവിതം ഉണ്ടാക്കാൻ കുടുംബത്തിൽ മറ്റാൾക്കാർ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാൾ. അയാൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള കഥാപാത്രങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക് എന്ന് പറയുന്ന രീതിയിൽ അയാൾ പഴയ രീതിക്ക് പോകുന്ന ഒരാളാണ്. പക്ഷെ അയാൾ അറിയാതെ അയാളൊരു പ്രണയത്തിൽപ്പെടുന്നതാണ്. പക്ഷെ ഈ ഒരിക്കലും പ്രണയിക്കാത്ത ഒരാൾ, കല്യാണം കഴിക്കാത്ത ഒരാൾ ഇതിൽ പെട്ടുപോകുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം അത് ഈ പവിയിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും പവി ഒറ്റയ്ക്കാണ്, പവിക്ക് കൂട്ടൊരു നായാണുള്ളത് ബ്രോ. അപ്പം അത് ഭയങ്കര ലൈവിൽ എപ്പോഴും ഒരുപാട് ആൾക്കാർ സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നിങ്ങളും ആ നായും തമ്മിലുള്ള കെമിസ്ട്രി, കാരണം ഞങ്ങൾ ചില സമയത്ത് നിങ്ങളുടെ ഇതിനകത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോയി. അത് പ്രത്യേകിച്ച് ഈ പെറ്റ്സൊക്കെ ഉള്ള ആൾക്കാർ, ഇപ്പം 90% ആൾക്കാർ വീട്ടിൽ പെറ്റ്സുള്ള ആൾക്കാരാണ് അല്ലേ, മൃഗസ്നേഹികളാണ് നമ്മളൊക്കെ. ഏതെങ്കിലും ഒന്നെങ്കിൽ പൂച്ചയോടായിരിക്കും ഒരുപാട് സ്നേഹം, അല്ലെങ്കിൽ പട്ടിയോടായിരിക്കും ഒരുപാട് സ്നേഹം, അല്ലെങ്കിൽ പക്ഷികളോടായിരിക്കും ഒരുപാട് സ്നേഹം, ഇങ്ങനെയൊക്കെ അല്ല. അല്ലെങ്കിൽ അക്വരത്തിൽ മീനിനെ വളർത്തുന്ന രീതികളുണ്ട്. പല രീതിയിലാണ് നമ്മൾ ഇഷ്ടങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ പെട്ടെന്ന് മനുഷ്യനത് നമുക്ക് പ്രേക്ഷകർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. പിന്നെ ഇതുവരെ കാണാത്തൊരു ഐറ്റം കൂടി അതിൽ വന്ന് കയറിയിട്ടുണ്ട്, മരപ്പട്ടി. നമുക്ക് കുറേ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് മരപ്പട്ടിന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ഇപ്പം അതിനെ നേരിട്ട് കാണാൻ
മരപ്പട്ടി സീക്വൻസ് ഒരു ടോം ആൻഡ് ജെറി രീതിയിലായിരുന്നല്ലോ പണ്ട് നമ്മള് പറക്കും തലയിലൊക്കെ കണ്ട ഒരു സംഗതിയാണല്ലോ. അത് പറക്കുന്നളിനെ കൂടുതൽ പറയാൻ കാരണം വെച്ചാൽ രണ്ടും കിച്ചണിലാണ് അടി. അതിലും ഇതുപോലെ കിച്ചണിൽ ഒരു അടിയാണ്, എക്യുപ്മെന്റ്സ് വെച്ചിട്ട് കളിക്കുന്നുണ്ട്, ബോഡി വീഴുന്നുണ്ട്, അത് വീഴുന്നുണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അതിന്റെ ഭാഗമാവാണ്, ഇവര് തമ്മിൽ ഒരു അടിയായി മാറുകയാണ്. പിന്നെ കിച്ചണിൽ കൂടുതൽ സംഭവിക്കാനുള്ള പ്രോപ്പർട്ടീസിൽ ഒന്നാണ് ഈ പറഞ്ഞ അരിപ്പൊടിയും മറ്റേ പൊടി എന്നൊക്കെ പറഞ്ഞ മുളകുപൊടി എന്നൊക്കെ പറയുന്നത്. ശരിക്കും അതിനകത്തൊരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവൻ പറയുന്നുണ്ട് ഈ ഹായ് ഹോളി പൊടി ഇതൊക്കെ വെച്ചിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. പിന്നെ ലെങ്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കട്ടായി പോകും. ഈ മരപ്പട്ടി CG ചെയ്തതാണല്ലോ, അപ്പം ആ ടൈമിൽ അതെങ്ങനെയായിരുന്നു പെർഫോം ചെയ്തത്? ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മരപ്പട്ടി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണല്ലോ നമ്മൾ പെർഫോം ചെയ്യണം. മരപ്പട്ടി ഞാനും അതിൻ്റെ ടൈമിങ്ങും എൻ്റെ ടൈമിങ്ങും ഒക്കെ വെച്ചിട്ട് അത് വന്നിട്ട് അങ്ങോട്ട് പോവുക, അപ്പോഴേക്കും ഇവിടെ ചാടുക, അതാവുക, പിന്നെ അത് വന്ന് മേത്ത് കയറുക. അപ്പം അതിൻ്റെ ടൈമിങ്ങും കൂടി ഞാൻ കാണണം മനസ്സിൽ. അത് എൻ്റെ ഇവിടെ എത്തി, അല്ല ഇവിടെ എത്തി, അത് ഇവിടെ ടച്ച് ചെയ്തു എന്നുള്ള ടൈമിങ് മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ പെർഫോം ചെയ്യണമെങ്കിൽ. നമുക്ക് സംശയം ഉണ്ടായിരുന്നു ഈ മരപ്പട്ടി എങ്ങനെ ഇരിക്കണേന്നൊക്കെ ഉള്ളത്. ഞാൻ മരപ്പട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് പക്ഷേ ഈ കൺഫ്യൂഷൻ്റെ ഇടയിൽ റിയൽ മരപ്പട്ടി നമ്മുടെ മുമ്പിൽ ഒന്ന് പെടുകയാണ്. അപ്പോഴാണ് നമ്മൾ മരപ്പട്ടീനെ കാണുന്നത്. പിന്നെ അതിൻ്റെ മൂമെൻറ്റ്സിൽ ശരിക്കും മൂമെൻറ്റ്സ് എങ്ങനെ വരും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇതൊക്കെ മരപ്പട്ടി മുമ്പിൽ വന്ന് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈസി ആയിരുന്നു. അതിൻ്റെ ഗ്രാഫിക് അവർ ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് ഭയങ്കര രസമായിട്ട്, പക്ഷെ ഭയങ്കര റിയൽ ആയിട്ടാണ് ഇവർ രണ്ടുപേരും വർക്കട. അത് കുട്ടികളടക്കം അതിനെ ഭയങ്കര ആവേശത്തിലാണ് എടുത്തിരിക്കുന്നത്. മുമ്പും ഈ ഇങ്ങനത്തെ സീക്വൻസ് ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും കണ്ടോണ്ടിരിക്കും. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞ പണ്ടെൻ്റെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ കുട്ടികൾക്കൊരു ഐറ്റം ഉണ്ടാവും, അവർക്ക് എൻജോയ് ചെയ്യാൻ. കാരണം അവര് ഫാമിലി ആയിട്ട് വന്ന ഫുൾ പാക്കേജാണ് 100% എന്റർടൈനർ. അത് തന്നെയാണ് ഈ സിനിമയിൽ വിചാരിച്ചത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ പറഞ്ഞേക്കണം. ഇപ്പം നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം വംശനാശം വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ലവ് ലെറ്റർ അല്ലേ? പണ്ട് നമുക്ക് പ്രണയം നമ്മൾ എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്, ഇത് കൈമാറുക, അത് തിരിച്ച് അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്നിപ്പോ നമ്മളെല്ലാം വാട്സപ്പിലും അല്ലേ കാര്യം അതാ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലെ അപ്പൊ അത് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ ശരിക്കും പവിയുടെ പ്രണയത്തിന്റെ കൂടെ ട്രാവൽ ചെയ്തു. അത് ഓഡിയൻസും പവിയും ഒരേപോലെ സെർച്ച് ചെയ്യണം. അതാണ് ഇതിനകത്ത് കണ്ട ഒരു പുതുമ. നമ്മളിങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കാൻ നേരത്ത് ആരായിരിക്കും ആ ഒരു സാധനം ഭയങ്കര രസകരമായിട്ട് അത് ദിലീപേട്ടൻ റിയൽ ലൈഫിൽ ഒരുപാട് പ്രണയിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് പ്രണയം ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി പ്രണയം സംഭവിച്ചിട്ടുള്ള ആളാണ്. ലവ് ലെറ്ററൊക്കെ അതിനകത്ത് അങ്ങനെ എൻ്റെ പ്രണയത്തിൽ അങ്ങനെ ലവ് ലെറ്റർ ഒരുപാട് കാർഡ്സൊക്കെയാണ് കൂടുതലും ഉണ്ടായിട്ടൊക്കെ ഉള്ളത്. ലവ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ടില്ല. പക്ഷെ ലവ് ലെറ്റേഴ്സ് കൊടുക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ. അതല്ല പിന്നെ ഇപ്പൊ ഞങ്ങള് സിനിമ കാണുന്ന ദിലീപേട്ടൻ ഇങ്ങനെ കോമഡിയൊക്കെ കാണിക്കുന്ന ചെറിയൊരു ആക്ഷൻ അങ്ങനത്തെ ദിലീപേട്ടനായിരുന്നു ഈ പ്രണയിച്ച് നടന്ന കാലത്ത്. ഞാൻ കോമാളിയായിരുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തമാശ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ കലാകാരനൊന്നുമല്ല ആ സമയത്ത്. എനിക്ക് അഭിനയമോ അങ്ങനെയുള്ള ഒരു പരിപാടികളോ വേറെ ഒരു ഇതുമില്ല. മിമിക്രി എന്ന് പറഞ്ഞ സാധനം പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ ലാസ്റ്റ് സമയത്ത് കിട്ടണം എനിക്ക്. അതുവരെ എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയാ, ഇപ്പൊ തിയേറ്ററിലൊക്കെ നിന്നിട്ട് ഇപ്പൊ എന്താണ് ഫാമിലിയെ മയക്കുന്നതിൽ ഒരു സാധനമുണ്ട്. അതായത് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ചെറിയ നടത്തത്തിലാണെങ്കിൽ ഇപ്പം പവി ലിഫ്റ്റിലേക്ക് നടന്നു പോകുന്ന ആ നടത്തം ഇയാൾക്ക് നമ്മളതാണ് മാറി നിന്ന് നോക്കുമ്പോൾ നമ്മളിടയ്ക്ക് തോന്നും ഇയാളിപ്പോൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്യണം, എന്തിൻ്റെ കേടാണ് ഇയാൾ അനാവശ്യമായിട്ട് ഈ ആണും പെണ്ണും സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് പ്രശ്നമാണ്. കാരണം അത് ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല, ഇയാൾക്ക് അങ്ങനെ ഒരാളില്ല, ഒരു കുശുമ്പ്. അപ്പം ഇനി ഇവരിപ്പോ എന്താണ് അവിടെ എല്ലാത്തിലും പോയി തലയിട്ട് നോക്കുക എന്ന് പറയില്ലേ, എത്തി നോക്കുക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെയാണ്, അതാണ് ഇയാളുടെ നടത്തം. എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക, ഒരു പ്രത്യേക ഒരുത്തൻ. ആ ഒരു സാധനം നമ്മൾ പിടിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ ഈ 5 പേരിൽ ആരായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ആദ്യം മുതലേ ചിത്രത്തിൻ്റെ അത് മീൻസ് ഈ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുമ്പോൾ മുതലേ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തൊരു ത്രില്ലിങ് എലമെന്റും ഉണ്ട്. ഞങ്ങളൊന്ന് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി
പല സാധനങ്ങളും ഇട്ട് പക്ഷെ അതാണ് സ്ക്രിപ്റ്റിങ്ങിന്റെ മനോഹാരിത. അതാണ് വിനീത് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയുടെ ആദ്യം ഈ സിനിമ കാണുന്നത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള പോർഷൻ വരെ സൗണ്ട് എഞ്ചിനീയർ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്ര വരെ നമ്മൾ ഇട്ട് നോക്കിക്കണ്ട് ഇപ്പം അല്ല അത് എടുത്തില്ലേ ഇല്ല അത് നമ്മളിനി അടുത്ത ആഴ്ചയിൽ ഷൂട്ട് തുടങ്ങാണ്. അല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അത്? ഞാൻ അത് പിന്നെ കാണാം എന്ന് പറഞ്ഞു. പുള്ളി എത്ര മാസം എന്നറിയാമോ? അല്ല മറ്റത് കഴിഞ്ഞോ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ പുറകെ എന്തായാലും ആൾക്കാർ പോകും. അത് നമുക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതാ പറഞ്ഞത്, ഹീറോയും ഓഡിയൻസും ഒരുമിച്ച് ഇതിന്റെ കൂടെ ട്രാവൽ ചെയ്യണം. അത് ചില സിനിമക്ക് കിട്ടുന്ന ഭാഗ്യം. ഈ സിനിമ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ദിലീപേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ബേസിക്കലി ദിലീപേട്ടൻ്റെ ഇങ്ങനത്തെ ഇത്ര മരുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെയാണെങ്കിലും പ്രസ് മീറ്റിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറയുന്ന സംഗതി. ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും ദിലീപേട്ടൻ്റെ ഫുൾ ഓൺ പഴയ പടം വരുന്നില്ല മറ്റേ അതൊരു ഇഷ്ടത്തിന്റെ പുറത്താണല്ലോ 100%. നമ്മളിന്ന് അതാ നമ്മൾ പല ഇന്റർവ്യൂസിലും പറഞ്ഞത്, ദിലീപ് ഫിസിക്കൽ ടു എന്റർടൈൻമെന്റ് ആ രീതിയിലാണ് ഇവിടുത്തെ ആൾക്കാർ വെച്ചത്. കാരണം പല കമ്പനികളുടെ വലിയ വലിയ കമ്പനികളുടെ സിഇഒകൾ വരെ നമ്മളോട് ഇടയ്ക്ക് പരിചയപ്പെടും, അല്ലെങ്കിൽ സംസാരത്തിനിടയ്ക്ക് പറയും നിങ്ങളുടെ സിനിമകൾ നമുക്ക് സ്ട്രെസ് ഇങ്ങനെ റിലീഫ് എന്നൊക്കെ പറയില്ലേ. നമ്മൾ അവിടെ എന്തെങ്കിലും കണ്ട പിന്നെ അവിടെ ഇരുന്ന് കുറച്ചു നേരം കാണും, കുറച്ചു നേരം ചിരിക്കും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം നിങ്ങളുടെ എന്തെങ്കിലും കാണും. നിങ്ങളിങ്ങനെ ആ പടത്തിലെ തമാശ ഈ പടത്തിലെ തമാശയോ അല്ലെങ്കിൽ പടം ഇരുന്ന് കാണും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും. അപ്പം കുറച്ച് ചിരിച്ചൊക്കെ ഓക്കെ ആവും എന്ന് പറയില്ല. ചിരി വലിയൊരു മരുന്നാണ്. ചിരി വലിയ മരുന്നാണ്, സംഗീതം വലിയൊരു മരുന്നാണ് അല്ലേ. അപ്പം അത് അങ്ങനൊരു ഇത് കാണുന്നത് നമ്മളെ സംബന്ധിച്ചൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ചിരിപ്പിക്കുക എന്ന് പറയണത്, ചിരിക്കുക എന്ന് പറയുന്നതും ചിരിപ്പിക്കുക എന്നൊക്കെ പറയണത് അല്ലേ, രസകരമായ ഒരു അനുഭവമാണ്. ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഒക്കെ ചിരിപ്പിക്കാറുണ്ടോ ഈ പറഞ്ഞിട്ടുള്ള കോളേജ് ലൈഫിലെ കാര്യങ്ങളിലൊക്കെ? കഥ പറയാറുണ്ട്. കഥ പറയുമായിരുന്നു. കഥ പറയുകയും ചെയ്യുന്നത് പണ്ടൊക്കെ ഞാൻ ഈ കൂട്ടുകാരെ എനിക്ക് ഷെയർ ഇട്ട് പൈസ തരും. എന്നിട്ട് ആ പൈസയായിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോണേ. അപ്പോൾ ഇവർക്കൊന്നും പെട്ടെന്ന് വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ചാടാൻ പറ്റുമോ അതൊന്നും പറ്റൂല. എനിക്ക് പിന്നെ അങ്ങനെ വലിയ പെടുത്തില്ല. നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുക, അവിടെ കളിക്കാൻ പോവുക ഇവിടെ കളിക്കാൻ പോവുക, എപ്പോൾ വരാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ സൈക്കിൾ എടുത്തിട്ട് വേഗം തിയേറ്ററിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ജോലി എന്ന് വെച്ചാൽ സിനിമ ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഫുൾ ഒപ്പ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഞാൻ മിമിക്രിക്കാരനായി തോന്നുന്നു. കാരണം കാറ് പോകുന്ന ശബ്ദം, ബൈക്ക് പോകുന്ന അതിൻ്റെ ശബ്ദം, ഞാൻ വിത്ത് ഡയലോഗ്സ് വിത്ത് സൗണ്ടാണ് നമ്മൾ കഥ പറയണേ. കോളേജ് സ്കൂളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നമ്മൾ ഫുൾ കഥ അവർ സിനിമ കാണും, അതുപോലെ നമ്മൾ പ്രസന്റ് ചെയ്യായിരുന്നു. പിള്ളേർ പടം കണ്ടോ? പിന്നെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. അതിൽ ഈ രണ്ടാമത്തെ ആള് ആണ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനകത്ത് വന്നിട്ട് താക്കോലൊക്കെ ഇടുന്നുണ്ട്. ഒരാളുടെ പവിയുടെ ഒരു ദിവസം തുടങ്ങുന്നതാണല്ലോ, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പകൽ അയാൾ എങ്ങനെ തുടങ്ങണേന്നുള്ളതിൻ്റെ ചാവി പതുക്കെ ഷർട്ട് അഴിച്ച് ഇട്ടു. പിന്നെ മുണ്ട് മറ്റേ പാൻറ് അഴിക്കാൻ വേണ്ടി മുണ്ട് കൊടുക്കുക. അപ്പോഴാണ് വേഗം ഇവളിത് കണ്ടിട്ട്, അമ്മ അച്ഛൻ എന്തേ കാണിക്കണേ, ഈ ഷർട്ട് കഴിക്കണേ എല്ലാവരും കാണുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവള് ഇൻവോൾവ് ആവുക. പിന്നെ മരപ്പട്ടി വൈറ്റിലെ ജംഗ്ഷനിൽ വിളിക്കുന്നത് അത് കണ്ടിട്ടില്ല. അതെ, ഇതിലോട്ട് കുറച്ച് കുളിസി. അപ്പോൾ മീനാക്ഷിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര രസമായിട്ടുണ്ട് സിനിമ. ഈ മീനാക്ഷി ആയിരിക്കുമല്ലോ കൂടുതലും ദിലീപേട്ടൻ്റെ കൂടുതലും ചിത്രം കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെ പറയാറുണ്ടോ ഇങ്ങനെ ചൂസ് ചെയ്യുക അങ്ങനെ ചൂസ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഇപ്പോൾ പറയാറായല്ലോ? അല്ലല്ല, മീനാക്ഷി ഒരുവിധം എൻ്റെ മാത്രമല്ല എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്. അവള് പറയും ഈ സിനിമയുടെ ഇത് കണ്ടപ്പോൾ ട്രെയിലർ അച്ഛാ ഈ സിനിമ ഗംഭീരം കേട്ടോ, വർക്കാണ്, ഈ സിനിമ നമുക്ക് എല്ലാവർക്കും കാണാൻ ഫീലുള്ളൊരു ഇത് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തുടങ്ങി അവള് പറയാം. ഈ സിനിമ ആദ്യത്തെ ദിവസം ഒക്കെ കാണാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം കണ്ടത് രണ്ടാമത്തെ ആളാണ്, ഇവള് ഇന്നലെ കണ്ടത്, രണ്ടാമത്തെ ദിവസം കണ്ടത്. സിനിമക്ക് പറ്റിയില്ല, കാണാൻ പറ്റില്ല. ഭയങ്കര രസകരമായിട്ടാണ് ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന. പിന്നെ ദിലീപേട്ടൻ സിനിമകൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് ലാൽ ജോസ് സാറ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് സാറ് ഇതുപോലെ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് വീട്ടിൽ വന്ന് നിന്ന സമയത്ത് ദിലീപേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു വരുന്നു.
എന്നിട്ട് ഇവിടെ ഫോട്ടോ ചെയ്യില്ലോ സംതിങ് റൂം എടുത്തിട്ട് കഥ എഴുത് എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ മലർവാടി ആർട്സ് ക്ലബ്ബിൽ ദിലീപേട്ടൻ്റെ പ്രൊഡക്ഷനിൽ തന്നെ ഒരു കൂട്ടം ഇപ്പം നിയമ്പോളി പോലുള്ള പീക്കാലത്ത് അജുവറീസ് ഇവരൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരാളാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്ന സാധനത്തിന്റെ അതിന്റെ പ്രോസസ്സ്, അതിന്റെ എന്താ പ്രീ പ്രൊഡക്ഷൻ വർക്ക്, അത് സംഭവിക്കുന്നത് ഒക്കെ ദിലീപ് എന്ന് പറയുന്ന ആക്ടർ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? നമ്മളൊരു പ്രോജക്റ്റ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് പവി കെയർ ടേക്കറിലാണെങ്കിലും നമ്മൾ പ്രൊഡക്ഷൻ്റെ സൈഡിലല്ല ആസ് എ പ്രൊഡ്യൂസർ ഇതുണ്ടെങ്കിലും അതിനിപ്പോൾ ഇതിൽ 5 നായികമാർ, ഈ 5 നായികമാർ പുതുമുഖങ്ങളെന്ന് പറഞ്ഞ നിസ്സാര പണിയല്ല. കാരണം ഇതിൽ എല്ലാവർക്കും അവരവരുടേതായ പ്രാധാന്യവും, അത് മാത്രമല്ല അവർ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ ഒരാൾ പാളിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. അപ്പം അതിൽ 4 പേര്, പിന്നെ അതിൽ ദിലിനെ മാത്രമാണ് ഇതിന് മുമ്പൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആ ക്യാരക്ടറിന് ദിലിന് ഓക്കെ ആയതുകൊണ്ട് നമ്മൾ അത് നോക്കേണ്ട, ദിലിന് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് അവർ പുതിയ ആൾക്കാരാണെന്ന് തോന്നൂല. എല്ലാവരും അവരവരുടെ ജോലി നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതുകൊണ്ട് ഉറപ്പ് പറയണമെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഭാവിയിലേക്കുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഒരുപാട് ദിലീപ് ചിത്രങ്ങളിലൂടെ പല നടിമാരും ഒരുപാട് ഹീറോയിൻസ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡയിലൊക്കെ നല്ല രീതിയിൽ പിന്നീട് ശോഭിച്ച ആൾക്കാരാണ്. ഈ സിനിമ എന്ന സംഗതി, ഒരു നടൻ പെർഫോം ചെയ്യുന്നത് എപ്പോഴും ഒരു നടൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന സാധനം. എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നതായിരിക്കുമല്ലോ നടൻ എപ്പോഴും നോക്കുക. അപ്പം ആ അർത്ഥത്തില് ദിലീപ് ചിത്രങ്ങളിൽ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കും? അതിനൊരു മാനദണ്ഡം എന്തായിരിക്കും? അയ്യോ, അങ്ങനെ മാനദണ്ഡമൊന്നുമില്ല. നമ്മളൊരു കഥ കേൾക്കുന്നു, ഇതൊക്കെ ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്ന ചിലതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 30% ഒക്കെ ഉണ്ടാവുള്ളൂ. 70% കറക്റ്റ് ചെയ്ത് സൂപ്പർ ഹിറ്റായ സിനിമകളുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത്ര റിസ്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കണം. ഒരു 80% എങ്കിലും ഓക്കെ ആയാലേ നമുക്ക്, കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിച്ച് നിൽക്കാന്ന് പറയാം. പക്ഷെ ഇന്നിപ്പോൾ എന്തെങ്കിലും കളിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ നിന്നൊക്കെ കൂടുതൽ എക്സ്പെക്ടേഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഇതിനെക്കാട്ടി ഭയങ്കരമായി കണ്ടിട്ടുണ്ട്, കണ്ടുപോയി. നിങ്ങളിപ്പോ ഞാനിപ്പോ ഈ സിനിമയിൽ 2 സ്ഥലത്ത് ചാടി വീണു എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വിഷയമല്ല. കാരണം നിങ്ങൾ ഇതിനേക്കാൾ വലിയ വീഴ്ചകളും ചാടുകളും നമ്മൾ ചെയ്യുന്നത് കണ്ടു. പിന്നെ പവിത്രയില് ചെറിയ ചാട്ടം വീഴ്ച ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പക്ക സ്ലാപ്സ്റ്റിക് ഈ സിനിമ ചെയ്തിട്ടില്ല. ഇതിലൊരു ഇപ്പൊ സ്ലാപ്സ്റ്റിക് ഉണ്ടായിട്ട് തന്നെ അതിൽ ആ അടുക്കളയിലുള്ള മരപ്പട്ടിയായിട്ടുള്ളതാണ്. അത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ? പിന്നെ സ്ലാപ്സ്റ്റിക്കിനേക്കാൾ ഒരു കൂടുതൽ അത് റിയൽ ആയി പോയി. പിന്നെ ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് റിയൽ ആയിട്ട് തന്നെ. പിന്നെ നമ്മൾ എന്തായാലും ചെയ്യുന്ന സിനിമയല്ലേ, സിനിമയ്ക്ക് ആ ഒരു പരിഗണന എന്താണ് ഈ സിനിമയ്ക്ക് കൊടുക്കണം. കാരണം നമ്മൾ ഡോക്യുമെന്ററി അല്ല. ഡോക്യുമെന്ററിയിൽ 100% നമ്മൾ റിയലിസ്റ്റിക് ഫോർമാറ്റിലേക്കാണ് കൂടുതൽ പോകുന്നത്. സിനിമാറ്റിക് എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും സിനിമ. ഇപ്പം റിയലായിട്ട് നമ്മളാരെങ്കിലും ജീവിതത്തിൽ മറ്റേ മരം ചുറ്റി പാട്ടോ അല്ലെങ്കിൽ വേറെ ഡാൻസ് കളിച്ച് പാട്ടോ എല്ലാം ചെയ്യുന്നുണ്ടോ? അല്ലേ? വളരെ അപൂർവമല്ലേ? ഒരു ഡാൻസ് വരികയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരു ഓണം പരിപാടികളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാവരും ഒരു ആവേശത്തിൽ നടക്കും. അതല്ലാതെ ഒരാൾക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്നത് അത് സിനിമാറ്റിക്കാണ്. പ്രേക്ഷകന് ഒരു നല്ല പാട്ട് കിട്ടുമ്പോൾ അയാളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. അയാൾ ഒറ്റയ്ക്ക് അയാളുടെ ലോകത്ത്. ബാക്കി എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്താടാ ജോലിക്ക് വന്നിട്ട് പാട്ടും പാടാണോന്ന് ഫ്ലാറ്റിൽ റിയലിസ്റ്റിക്കായി അത് ചോദിക്കും അല്ലേ? പക്ഷെ സിനിമാറ്റിക്കലി നമ്മൾ മൊത്തം ലൈറ്റ്സും അതും ഇതൊക്കെ വെച്ചിട്ട് അപ്പോഴാണ് മസാല ഇടുമ്പോഴാണ് ഒരു സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മറ്റ് അന്യഭാഷാ ചിത്രങ്ങൾ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സിനിമാറ്റിക്കിനാണ് അല്ലെ, ഫിക്ഷനാണ്. റിയലിസ്റ്റിക് എന്ന് ശരിക്കും പറഞ്ഞാൽ പക്ഷെ മലയാള പടങ്ങൾ ഇപ്പോൾ കൂടുതൽ റിയൽ ഇതുമ്പോൾ പിടിക്കാൻ നോക്കും. ഈ ജീവിതത്തിൽ ഒരുപാട് എന്താണ് കയറ്റിറക്കങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ മീശവാദനിൽ പറഞ്ഞിട്ട് മീശവാദന്റെ ആ ഗംഭീരമായിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവിടത്തെ എന്താണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ വിലക്കിയോ സംതിങ് അങ്ങനത്തെ ഒരു ഇൻസിഡന്റിലൂടെയാണ് പിന്നീട് ഞങ്ങളൊക്കെ, പക്ഷെ ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല.
പക്ഷെ ഇന്ന് നേരെ മറിച്ച് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ നേരത്തും അതൊക്കെ ഒരു ആക്ഷന് മുമ്പ് ഈ മാറ്റി വെച്ചിട്ടാണ് ദിലീപ് എന്നൊരു ആക്ടർ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. പക്ഷെ ദിലീപ് എന്നൊരു വ്യക്തി വിഷമിക്കാറുണ്ടോ ഇതൊക്കെ ആലോചിച്ച്? എന്ത് പ്രോബ്ലം വരുമ്പോഴും നമുക്ക് അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ, നാച്ചുറലി. അതെ അതെ ഇല്ലേ? ഇപ്പം നമ്മൾക്ക് ഒരു കൂടുതൽ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോടതിയിൽ നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും എനിക്ക് പറയാൻ ഭയങ്കര ലിമിറ്റേഷൻസ് ഉള്ള മാറ്ററും കൂടിയാണ്. അപ്പോൾ അതിന് നമ്മൾ നിയമയുദ്ധം, അതിന് വേണ്ടിയിട്ടുള്ള സത്യം പുറത്തു വരട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റാണ് നമ്മുടേത്. അപ്പോൾ അതിന് ദൈവം അനുഗ്രഹിച്ച് പ്രേക്ഷകരുടെ പ്രാർത്ഥനയും ഒക്കെയുണ്ട്. കാരണം ഇത്രയും എന്താ പറയുക, നമ്മൾ സിനിമ 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 എന്ന് പറഞ്ഞ് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം വാരിക്കോരി തന്നു എന്ന് പറയുന്നൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ ഈ വിഷയങ്ങൾ വരുമ്പോൾ ഈ നമ്മൾ ദൈവത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചില സമയത്ത് മെസ്സേജുകൾ സംസാരിക്കുന്നു പറയൂലേ. ഞാൻ പലപ്പോഴും ഇങ്ങനെ പല വിഷമങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, വൈ മീ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. എന്താ എന്നോട് എങ്ങനെ എന്ന് പറയുന്നൊരു സംഭവം. അത് നമ്മളതിൽ കാണുന്ന വെച്ചാൽ നമ്മുടെ സമയദോഷം നമ്മൾക്കിങ്ങനെ ഫേസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഫോണിലൊരു മെസ്സേജാണ്. അതിൻ്റെ ക്യാപ്ഷൻ ഇതാണ്, വൈ മീ. അതാണ്. അപ്പം ഞാനിത് കണ്ടിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ചോദിക്കുന്നത്, അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നിനക്ക് നന്മയും സന്തോഷവും വന്ന കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിന്നെ തിരഞ്ഞിട്ട് നിനക്ക് നല്ല കാര്യങ്ങൾ നടന്നപ്പോൾ നീ എപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചോ വൈ മീ എന്ന്? ചോദിച്ചിട്ടില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും പേര് നിൽക്കുമ്പോൾ എന്നെ മാത്രം തിരഞ്ഞെടുത്തിട്ട്? അപ്പോൾ ഒരു സങ്കടം നിനക്ക് സംഭവിക്കുമ്പോൾ നീ അത് ചോദിക്കാൻ ഇതല്ല, അതിനുള്ള അവകാശം നിനക്കില്ല. അത് നീ ചോദിച്ചിരുന്നെങ്കിൽ ഇത് ചോദിക്കാം. അപ്പോൾ ഇത് നീ പ്രാർത്ഥനയോടെ നീ ആ നിമിഷങ്ങളെ കടന്നു പോകുക. നിനക്കുള്ള ഇപ്പം നന്മയും തിന്മയും എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്ന സാധനമുണ്ട്. സന്തോഷവും സങ്കടവും ഒക്കെ നമ്മൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറഞ്ഞ പോലെ നമ്മളത് ഫേസ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പ്രാർത്ഥനയോടെ പോവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു സത്യം എന്ന് പറയുന്ന ഒരു ഫാക്ട് അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പിന്നെ ഈശ്വരനിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോണു. അത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ കേസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണം നമുക്കൊന്ന് പൊളിക്കാം സിനിമയും കാര്യങ്ങളൊക്കെ. അങ്ങനെയല്ല, അതിന് എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ആരോടും വൈരാഗ്യങ്ങളോ പരാതികളോ ഒന്നുമല്ല. നമ്മുടെ സമയദോഷം അതെ എല്ലാം സെറ്റാവും. ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഈ സല്ലാപം പോലത്തെ. അപ്പൊ മഞ്ജു ചേച്ചിയായിട്ടൊരു ചിത്രം ഇനി ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാവോ? അങ്ങനെയുള്ള വേഷങ്ങളൊന്നും വന്നിട്ടില്ല, കഥകൾ വന്നിട്ടില്ല, സിനിമകൾ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിന് വന്നിട്ടില്ല, വരട്ടെ അപ്പാലോചിക്കാം. അടുത്ത പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പേരിട്ടിട്ടില്ല, അത് ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാജിക് ഫിലിംസിൻ്റെ ഒരു പടം. അതിൽ ജനഗണമന ക്യൂനൊക്കെ എഴുതിയ ഷാരിസാണ് അത് എഴുതുന്നത്, ഷാരിസ് മുഹമ്മദ്. പിന്നെ ബിൻഡോ സ്റ്റീഫൻ ഡിജോൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. അവർ കുറേ പടമായിട്ട് അങ്ങനെ ഒക്കെ പുതിയ ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. പുതിയ സെറ്റപ്പിലേക്കാണ്, ഹ്യൂമർ തന്നെയാണ്, എൻ്റർടൈനറാണ്. അത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമാകാവുന്ന രീതിയിലുള്ളൊരു സംഭവം തന്നെയായിരിക്കും. ഈ പുതിയ പിള്ളേരൊക്കെ ഒന്ന് കഥ പറയാൻ നേരത്തെ ദിലീപേട്ടൻ എങ്ങനെയായിരിക്കും? ഇപ്പം ഞാൻ പ്രാർത്ഥനയോട് ദൈവമേ ഇത് ഗംഭീരാവണേ എന്ന് പറയുന്നത് തന്നെയാണ്. അവർ നന്നായിട്ട്, കാരണം പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കളെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞകാല സിനിമകളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമാണ്. അപ്പം അതുകൊണ്ട് ഈ സിനിമ അതിഗംഭീരാക്കുന്ന എലിമെന്റ് ആയിട്ട് നിങ്ങൾ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ആൾക്കാർ മുഴുവൻ എൻ്റെ മക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്നിട്ട് കേൾക്കേണ്ടത് നമ്മൾ അപ്ഡേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പം എനിക്ക് വരുന്നതനുസരിച്ചല്ലേ ആടാൻ പറ്റുള്ളൂ. അതെ മുമ്പ് എന്താണ് മീശ മാധവൻ, പാണ്ടിപ്പട, ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അത് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റേഴ്സ് ഇത് ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന അർത്ഥത്തിലേക്ക്
കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് രസം. ഇന്നും ഒരുപാട് കാണുന്ന സംഗതികളാണ്. അങ്ങനത്തെ ഒരു ചിത്രം കാണും ഈ ഒരുപാട് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള ഒരു അല്ല, അതാ പറഞ്ഞത്, അത് ചില സിനിമകളുടെ ചില സബ്ജക്റ്റിന്റെ ഇതിനെ ബേസ് ഡിമാൻഡ് ചെയ്യുന്നത്. അതെങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകളെ പ്ലേസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇയാളിലൂടെ പോയിട്ടുള്ളൂ. ആവശ്യമുള്ള സമയത്താണ് ജോണി വരുന്നത്. അതെ അതെ ആ എല്ലാം ആ ചെല്ലുന്ന സ്ഥലത്ത് ഇപ്പോൾ രാധി ചേച്ചി ആ കോംബോ വരുന്നത് ആവശ്യമുള്ള സമയത്താണ് ആ സാധനങ്ങൾ വരുന്നത്. അതിൽ വരുന്ന അബിയുടെ ഒരു ക്യാരക്ടർ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആവശ്യമുള്ള സമയത്താണ് എല്ലാം വന്ന് കയറുന്നത്. അതല്ലാത്ത സമയത്ത് ഇയാളുടെ ട്രാവലാണ് മൊത്തം. ഇടയ്ക്ക് ഇയാളുടെ നായ ഉണ്ടാവും, കൂടെ ബ്രോ ഉണ്ടാവും. അപ്പം ഓരോ സമയത്തും പല ആൾക്കാരുടെ അടുത്ത് ഇയാൾ എത്തുന്നതാണ്. ഇമോഷൻസും അതേപോലെ തന്നെ ഈ ചിത്രത്തിന്റെ വേറെ സംഗതി വെച്ചാൽ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെന്നൊരു സംഗതിയാണ്. പ്രണയമാണെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞ കമന്റ്സിലൊക്കെ ഭയങ്കര ട്രൈ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ പവിത്രനെ കൂടുതൽ ഇഷ്ടമാവാൻ കാരണം ഈ പവി കെയർ ടേക്കറിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൽ കൂടി നമ്മൾ പോയിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, തമാശയുണ്ട്. തമാശ രണ്ട് തരത്തിലുണ്ട്, റിയൽ ഹ്യൂമറിലുണ്ട്, സ്ലാപ്സ്റ്റിക്കിലും ഉണ്ട്, പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അപ്പം ഈ ചേരുവകൾ ദൈവം അനുഗ്രഹിച്ച് ഇതിന് കറക്റ്റ് ഒത്തുകിട്ടി. എല്ലാവരും ചിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നു. അത് വലിയൊരു കാര്യമാണ്. ഈ റിവ്യൂസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും വന്നിട്ട് ഈ വളരെ നല്ല റിവ്യൂസ് ആണ്. ഇപ്പം ഞാൻ ഷേണായിസിലെ ഷോയ്ക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായി ചെറുപ്പക്കാരാണ്. അവരാണ് ആദ്യം ഇറങ്ങി വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ പറഞ്ഞില്ല ഇത് ചെറുപ്പക്കാർക്ക് പറ്റിയ പടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പ്രണയം ചെറുപ്പക്കാർക്കുള്ളതല്ലേ? അതെ അതെ. മരപ്പട്ടീനെ കണ്ടാൽ ചെറുപ്പക്കാർക്ക് ചിരിക്കാൻ പറ്റില്ലേ? നായ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ ചെറുപ്പക്കാരെ. അപ്പോൾ പിന്നെ ഏത് ആംഗിളിലാണ് എന്നെ വേർതിരിക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. അങ്ങനത്തെ ടാഗിന്റെ ആവശ്യമില്ല. നമ്മളൊരു എന്റർടൈൻമെന്റ് സിനിമ, ഇതിന് ഏജ് കാറ്റഗറി ഇല്ല. കൊച്ചു കുട്ടികൾ മുതൽ ഇത് രസിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും പറ്റുന്ന സാധനം. പിന്നെ മരപ്പട്ടിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പ്രതീക്ഷ. പക്ഷെ വലിയ ആൾക്കാരെ വിളിച്ചാൽ അതെങ്ങനെ അത് എന്ന് ചോദിച്ചിട്ട് സംസാരിക്കാന്ന് പറയണം. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തു അത്. ഈ നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഹിറ്റായി കഴിയാൻ നേരത്ത് അവരോട് ഇങ്ങനെ ചോദിക്കാൻ നേരത്ത് ആരൊക്കെ പുതിയ സ്റ്റാർസ് ഒക്കെ വരാൻ നേരത്ത് അവരോട് ഇങ്ങനെ ചോദിക്കണ്ട ആരൊക്കെ വിളിച്ചു എന്നൊക്കെ ചോദിക്കാൻ നേരത്ത് ദിലീപേട്ടൻ വിളിച്ചു, ഇതുപോലെ മമ്മൂക്ക വിളിച്ചു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ദിലീപേട്ടൻ കറക്റ്റായിട്ട് ഇവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇതുവരെ പറയുന്നത്. സിനിമകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ സിനിമകൾ മാത്രം പ്രാർത്ഥിക്കാതുള്ളതല്ല. അതേ ഈ സിനിമ കാത്താണ് എൻ്റെ സിനിമ വരികയാണ്, അതല്ല. നമ്മളിപ്പോൾ ഓരോ സിനിമയും നമ്മുടെ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഫോൺ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമകൾ ഗംഭീരമാവുകയും തിയേറ്ററുകൾ സജീവമാവുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഏത് സിനിമ ഹിറ്റായാലും അതിൻ്റെ ഒരു വിഹിതം നമ്മുടെ തിയേറ്ററിലേക്കും വരുന്നത് തന്നെയാണ്. അവിടെയും ഒരുപാട് സ്റ്റാഫുകളും മെയിൻ്റെനൻസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിതിൻ്റെ വലിയ ഭാഗം തന്നെയാണ്. ഏതൊരു നിർമ്മാതാവ് ഏതൊരു സിനിമയും കൊണ്ട് വരുമ്പോഴും നമ്മളും അതിൻ്റെ പാർട്ടാണ്. അതിലേത് ഹീറോ അഭിനയിച്ചാലും നമ്മളും അതിൻ്റെ പാർട്ടാണ് എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മുടെ സിനിമയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം എല്ലാ സിനിമകളും എന്താ നടക്കണത്, എങ്ങനെയാണ്, ഏതൊക്കെ സിനിമ നമ്മുടെ തിയേറ്ററിലൊക്കെ മാക്സിമം സിനിമകൾ കളിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, എങ്ങനെ പിഴിഞ്ഞെടുത്ത് ലാസ്റ്റ് 5 പേര് 10 പേര് വരെ ഉള്ള സമയത്ത് വരെ കളിച്ചിട്ടാണ് സിനിമ നമ്മൾ ഈ 5 പേരൊക്കെ വരണുള്ളൂ. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമായിരിക്കും. കാരണം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത്ര AC പോണു, കാരണം ലൈറ്റ്സ്, കാരണം ഈ 400 ചില ആൾക്കാർ ഇരിക്കേണ്ട തിയേറ്ററിലും 5 പേർക്ക് വേണ്ടി ഇടുന്ന സംഭവങ്ങളൊക്കെ ഒന്നും ടൈം അത്രയും പോയിക്കൊണ്ടിരിക്കില്ല. 2.5 മണിക്കൂർ സിനിമയാണെങ്കിൽ അത്രയും നേരം എല്ലാം റണ്ണിങ്ങിലല്ലേ. ഈ അതേപോലെ പുതിയ ഡയറക്ടേഴ്സ് വരാൻ നേരത്ത് അവരെയും വിളിക്കാറുണ്ടോ ചാൻസ് ഒക്കെ ചോദിച്ചു? അത് നമ്മളെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടല്ലോ. നമ്മളിപ്പോഴും കലാകാരൻ അല്ലെങ്കിൽ അഭിനേതാവ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ആർത്തിയുള്ള ആൾക്കാരാണല്ലോ. പുതിയതെന്താ കിട്ടുക, അത് ആരുടെ കയ്യിൽ ഇരിക്കണേന്ന് നമുക്ക് അറിഞ്ഞുകൊടുക്കുന്നു അല്ലേ? ആർക്കാണ് ടാലൻസ്. പക്ഷേ ഇപ്പോൾ പുതിയതിലും ഒരുപാട് ആൾക്കാർ, ഇടക്കാലത്ത് ആരൊക്കെയാണ് ഏത് സിനിമ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് ഡയറക്ടേഴ്സിനെ കിട്ടി തുടങ്ങി അല്ലേ? 1-2 സിനിമകളിൽ നിന്ന് ഇയാൾ കൊള്ളാം എന്ന് പറയുന്ന സാധനം കിട്ടി തുടങ്ങി. ഡയറക്ടേഴ്സിനെ ജനം അറിയാൻ തുടങ്ങി. മറ്റേ ഇടക്കാലത്ത് ആരൊക്കെ ഏതൊക്കെ സിനിമയായിട്ട് അല്ല അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു ഐഡിയ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. ഇപ്പം കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ വേറെ ജോലി, എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഇതുപോലെ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞത് അത് പണ്ടേ ഉണ്ട്. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്നപ്പോഴേ ഉണ്ടായിരുന്ന സംഗതിയാണ്.
ഇപ്പം വീണ്ടും ആ ആഗ്രഹം ഇല്ല, നമ്മളിങ്ങനെ പല സബ്ജക്റ്റുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താണെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയായിരിക്കും. ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഈ പറഞ്ഞുള്ള എന്താണ് സംഭവിക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ആഗ്രഹം. ദിലീടൻ തന്നെ ആയിരിക്കും സ്ക്രിപ്റ്റിങ്? ഇല്ല ഇല്ല ഇല്ല, പുറത്തൊക്കെ വേറെ ഹണ്ടിങ് നടക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് ഹണ്ടിങ്. നമ്മളിങ്ങനെ ഒരു ആ സബ്ജക്റ്റും ഇങ്ങനെ പിടിച്ച് അത് വർക്ക് ചെയ്തോണ്ടിരിക്കണം. ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇല്ല, സംസാരങ്ങളെ ആയിട്ടുള്ളൂ, ചർച്ചയിലൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ദിലീപേട്ടന്റെ ഇത്ര നേരത്തെ എത്തരത്തിലുള്ളതാണെന്ന് എക്സ്പെക്ട് ചെയ്യാലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കാത്തിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചിരിയും കളിയും വളമൊക്കെ ആയിട്ടുള്ള ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ എല്ലാ ആശംസയും അടിപൊളി. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. പവിയെ കാണാൻ ഇനിയും കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും 100% എൻ്റർടൈനർ സിനിമയാണ് അത്. എന്താ പറയണത്, ഒരു എല്ലാവരും വിളിച്ചു പറഞ്ഞ വെച്ചാൽ ഒരു ദ്വയാർത്ഥവും ഇല്ല, ചളിക്കോമഡികളില്ല. അത് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് രണ്ടും കൽപ്പിച്ച് വരാൻ പറ്റുന്നൊരു സിനിമ. കുട്ടികളടക്കം നമുക്ക് ഇനിയിപ്പോൾ എന്താവും എന്ന് പറഞ്ഞൊരു ടെൻഷനില്ല. അപ്പോൾ ആ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് തന്നതും ഒക്കെ അതുകൊണ്ടതാണ്. അപ്പോൾ ശരിക്കും സിനിമ കാണാത്ത ആൾക്കാർ തിയേറ്ററിലേക്ക് തന്നെ വരിക. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 10 പേര് ചിരിക്കുമ്പോൾ അത് 100 പേരെ ചിരിയാവുന്നു, 100 പേരെ ചിരി 1000 ആവണു, 1000 പേരുടെ 10000 ആവണമെന്ന് പറഞ്ഞ പോലെ ചിരിക്കുക. അതാണ് ചിരിയുടെ വലിപ്പമാണ് നമുക്ക് വീണ്ടും വീണ്ടും ചിരിക്കാനുള്ളൊരു അല്ലേ പ്രചോദനമാവുക. ഒരുമിച്ചിരുന്ന് കാണാൻ നേരത്തെ വേറൊരു ഫീൽ. ഒരുമിച്ചിരുന്ന്, കാരണം ഇത് ആഘോഷമാക്കേണ്ട സിനിമ. എപ്പോഴും ചിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും എൻ്റെ ഫോണിൽ നോക്കി ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? അതെ, എല്ലാവരോടും ഒരുമിച്ച് ഒരു ആഘോഷമാക്കുക. ഈ ദിലീപ്